തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങൾ എന്ന പംക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ശംഖുമുഖത്തേക്ക് സ്വാമി എഴുന്നള്ളിക്കുകയാണ്. 3 സ്വാമിമാരെയും, പത്മനാഭസ്വാമി, നരസിംഹസ്വാമി, കൃഷ്ണസ്വാമി, 3 സ്വാമിമാരെയും ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിച്ച് അവിടെ എഴുന്നള്ളിച്ചിരുത്തി മണ്ഡപത്തിൽ അവിടെ കടപ്പുറത്ത് 2 കൽമണ്ഡപമുണ്ട്. പുറവിലുള്ള ഇപ്പോൾ എഴുന്നള്ളിച്ചിരുത്തുന്നതല്ല, പുറവിലൊരു കൽമണ്ഡപമുണ്ട്. ആദ്യമൊക്കെ അവിടെയാണ് എഴുന്നള്ളിച്ചിരുത്തി ഇറക്കി പൂജയെല്ലാം നടത്തിയിട്ട് കടലിൽ പോയി ആറാടിച്ച് മഞ്ഞളിട്ടുള്ള ക്രിയകളെല്ലാം ചെയ്ത് തിരിച്ച് എഴുന്നള്ളിച്ച് തിരിച്ച് വാഹനം, അത് ശിവയുടെ വിഗ്രഹമാണല്ലോ, അത് ആറാട്ട് ഇതിൽ നിന്ന് മാറ്റിയിട്ട് അത് തിരിച്ച് അകത്ത് വാഹനത്തിനകത്ത് വെച്ചിട്ട് ദീപാരാധന നടത്തിയിട്ട് തിരിച്ച് എഴുന്നള്ളിപ്പാണ്. മൂലതിരുനാൾ മഹാരാജാവ് തിരുമനസിൻ്റെ കാലത്ത്, തിരുമനസ് നാട് നീങ്ങിയത് 1924 ആണ്. അപ്പോൾ തിരുമനസിൻ്റെ കാലത്ത് തിരുമനസ് തോന്നി ആ മണ്ഡപം അല്പം കൊച്ചാണ്, കുറച്ചുകൂടെ പുറമോട്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ സൗകര്യം മുമ്പോട്ടൊരു മണ്ഡപം, കടലിൻ്റെ കുറച്ചുകൂടെ അടുത്തൊരു മണ്ഡപം എന്ന് വെച്ചാൽ ഇപ്പോൾ ആറാട്ട് മണ്ഡപം എന്നറിയുന്ന മണ്ഡപം, ആ മണ്ഡപം കെട്ടുകയായിരുന്നു. മൂലതിരുനാൾ തിരുമനസാണ് അത് കെട്ടിയത്. അതവിടെ കെട്ടി. എന്നിട്ട് പിന്നെ വായ്മൊഴിയാണ്, നമുക്കതറിയാൻ ഒക്കില്ലല്ലോ. അത് പറയുന്നത് തിരുമനസും കടലിൻ്റെ ദേവനാണല്ലോ വരുണൻ. അപ്പം ആ വരുണനുമായിട്ടൊരു കരാറ്, തിരുമനസും വരുണനും, ഈ മണ്ഡപത്തിന് കടന്ന് അങ്ങ് വരരുത്, കടൽ വരരുത് എന്നൊരു കരാറാണ്. ഇവിടെ ഭഗവാന്റെ ആറാട്ടാണ്, ആറാട്ട് കടവാണിത്. ഇത് ഇങ്ങോട്ട് കയറരുത്. ഇതെല്ലാം നമുക്ക് സ്പഷ്ടമായിട്ട് കാണാം. സുനാമി തിരുവനന്തപുരത്തിനെ തൊട്ടില്ല, അത് വേറൊന്നാണ്. തിരുവനന്തപുരത്തിന് അപ്പുറത്തും ഇപ്പുറത്തും അടിച്ചിട്ടും തിരുവനന്തപുരത്തിന് തൊട്ടിട്ടില്ല. പക്ഷേ കടൽക്ഷോഭം പലപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ അവിടെ പോയി നോക്കി അറിയാമോ ഇപ്പോൾ ബീച്ചിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരുപാട് സ്ഥലം കടൽ കൊണ്ടുപോയി. പക്ഷേ എത്ര ഒരു ക്ഷോഭം വന്നാലും കടൽ ആറാട്ട് സമയത്തല്ല, അല്ലെങ്കിൽ പോലും കടൽ ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ അപ്പുറം പോയിട്ടില്ല. അത് ഒരു ഭഗവാന്റെ ഒരു അത്ഭുതം. ഈ ഭാഗം എയറോഡ്രോം ആയി മാറിയപ്പോൾ, വിമാനത്താവളമായി മാറിയത് ചിത്രതിരുനാൾ മഹാരാജ തിരുമനസിൻ്റെ കാലത്താണ്. അപ്പോൾ തിരുമനസ് അന്ന് ഒരു കരാർ, എഴുത്തിലുള്ള കരാറല്ല, വാക്കാലുള്ള കരാറാണ്. 363 ദിവസം ഈ ഒരു വർഷം ഈ മണ്ണ് നാട്ടുകാർക്ക്, പബ്ലിക്കിനാണ്. വർഷത്തിൽ 2 ദിവസം പത്മനാഭന്, അത് 2 ആറാട്ട് എഴുന്നള്ളിപ്പാണ്. അത് എത്രയോ കാലമായിട്ട് അത് നടന്നു വരുന്നു. എത്രയോ മാറ്റങ്ങൾ വന്നു. രാജഭരണം തീർന്നു, പിന്നെ രാജപ്രമുഖായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ പോപ്പുലർ ഗവൺമെൻറ്റുകൾ വന്നു. ഇപ്പം അദാനിയുടെ കീഴിലാണത്. പക്ഷേ ഈ ഒരു സംഭവം ഇത് കൂടെ നടന്നു വന്ന് എഴുന്നള്ളിച്ച് ആറാട്ട് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് എത്തി എല്ലാം ഇത് ചെയ്യുന്ന നിർവിഘ്നം നടന്നു വരുന്നു. എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത പലതും നടന്നിട്ടുണ്ട്. ആറാട്ട് മണ്ഡപത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് നടന്നത്. അവിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് ആ മണ്ഡപത്തിനെ ആ മഹിമയോ അതിൻ്റെ സാങ്ക്ടിറ്റിയോ ഇല്ലാതെയാക്കിയത്. നോൺ വെജിറ്റേറിയനും ടോയ്ലറ്റ് ഫെസിലിറ്റീസും മലിനജലവും ഒക്കെ ആയിട്ട് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലായിട്ട് അത് മാറ്റി. എന്തിനാണത് ചെയ്തതെന്ന് അറിയാൻ വയ്യ. എത്രയോ സ്ഥലം കിടക്കുന്നു, വേറെ എവിടെയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തു. അതൊക്കെ വലിയൊരു ദുഃഖമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരുന്ന ആരും വിചാരിച്ചില്ലല്ലോ. അപ്പോൾ എന്നും അവിടെ പോയി നോക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൻ്റെ അശ്രദ്ധ എന്ന് പറയുന്നത് ശരിയല്ല. അമ്പലത്തിൻ്റെ ശ്രദ്ധ അവിടെ വരാനായിട്ടുള്ള അങ്ങനെ വന്നിട്ടില്ല. ഈ സമയത്ത് വന്ന് 2 ആറാട്ടിനൊക്കെ വരും. എന്തായാലും അത് വളരെ കഷ്ടമായൊരു സംഭവമായിരുന്നു.